നോമ്പിലൂടെ കടന്നു പോവുകയാണ്. നോമ്പിന്റെ ദിവസങ്ങളിലെ ധ്യാനങ്ങൾ നമ്മൾ ഗ്ലോറിയസ് ഗോസ്പലിലെ വിവിധ അംഗങ്ങൾ ചെയ്യുന്നത് വളരെ മനോഹരമായി കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ കേൾക്കുകയായിരുന്നു. ആദ്യത്തെ 6 ദിവസങ്ങളിൽ നമുക്ക് ബഹുമാനപ്പെട്ട വൈദികരും മേൽപ്പെട്ടക്കാരുമൊക്കെ നോമ്പ് ചിന്തകൾ പങ്കുവച്ചു. അതിനുശേഷം നമ്മൾ ഓരോരുത്തരിൽ നിന്ന് ധ്യാന ചിന്തകൾ കേൾക്കുകയായിരുന്നു. നമ്മൾ സജി ജോൺ കിഴക്കമ്പലം, അതുപോലെ ഇന്ന് ദിലീപ് കുര്യൻ, കഴിഞ്ഞ ദിവസം ഡോക്ടർ ഐസക്, ബിന്നി പി ജോൺ, ജസ്ലിൻ ജേക്കബ്, ഡോക്ടർ പ്രദീപ് മാത്യു, ഇവരിൽ നിന്നെല്ലാമായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓരോ സന്ദേശങ്ങൾ കേട്ടു. ഈ നോമ്പിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓരോ ഞായറാഴ്ചയിലെയും ഏവൻഗേലിയോൻ ഭാഗങ്ങൾ, ഒന്നാമത്തെ ആഴ്ച പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നു, രണ്ടാമത്തെ ആഴ്ച കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, മൂന്നാമത്തെ ഞായറാഴ്ച തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. അപ്പൊ നാളെ ഏവൻഗേലിയൻ നമ്മൾ കേൾക്കുന്ന അതാണ്. പിന്നെ പുറജാതി സ്ത്രീയെ, കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തുന്നു, അന്ധനെ സുഖപ്പെടുത്തുന്നു. ഇതാണ് ഈ ഞായറാഴ്ചകളിലെ ഏവൻഗേലിയൻ ഭാഗം. വീഞ്ഞൊടു കുഷ്ഠം, തളർവാദം, പുറജാതി സ്ത്രീ, കൂനിയതും, അന്ധനോട് ഊശാന, കിംദ്യ, 50 നോമ്പിൻ വാരങ്ങൾ. അത് മനഃപ്പാടമാക്കാൻ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു ഗീതമാണ്. അത് നമ്മുടെ ആരാധനാ ഗീതങ്ങളുടെ ആ ട്യൂണിലൊക്കെ പാടാം. വീഞ്ഞൊടു കുഷ്ഠം, തളർവാദം, പുറജാതി സ്ത്രീ, കൂനിയഹോ, അന്ധനൊടൂശാന, കിംത്യ, 50 നോമ്പിൻ വാരങ്ങൾ. എന്താണ് ഈ നോമ്പ് ആചരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്? നോമ്പിന് വിവിധ മാനങ്ങളുണ്ട്. അപ്പൊ അതിൽ ഒന്ന്, നമ്മൾ ഈ ഞായറാഴ്ചകളിലെ ഏവൻഗേലിയോൻ ഭാഗങ്ങളിലൂടെ പോകുമ്പോൾ എല്ലാം ഓരോരോ രോഗികളെ സുഖപ്പെടുത്തുകയാണ്. ഇൻഫർമിറ്റീസിനെ കർത്താവ് മീറ്റ് ചെയ്യുകയാണ്. കുറവുകളെ പരിഹരിക്കുകയാണ്. എന്താണ് കുറവ്? ഇപ്പൊ മനുഷ്യവർഗത്തിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ചിന്തിക്കുന്നത് ഈ വെസ്റ്റേൺ തിയോളജി, പാശ്ചാത്യ ദൈവശാസ്ത്രം, അപ്പൊ അതിന്റെ അതിപ്രസരം കേരളത്തിൽ വന്നു. അപ്പൊ അവിടെയാണ് ഈ വ്യക്തിപരമായ രക്ഷ സ്വാർത്ഥതയാണ്, സ്വയകേന്ദ്രീകൃതമാണ്. അല്ലെ എനിക്ക് നേട്ടമുണ്ടാകണം, അല്ലെ എൻ്റെ കുടുംബത്തിന് നേട്ടമുണ്ടാകണം, ഞാൻ വിശുദ്ധനാണ്, അല്ലെങ്കിൽ ഞാൻ യോഗ്യനാണ്, അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. പക്ഷേ നമ്മുടെ കാഴ്ചപ്പാട്ടിൽ അങ്ങനെയല്ല. ഞാൻ യോഗ്യനല്ലെന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത്. ബലിയർപ്പിക്കുന്ന പുരോഹിതൻ പോലും ബലിയർപ്പണത്തിന്റെ അവസാനം പറയുന്നത് ഞാൻ അയോഗ്യനാണെന്നാണ്, ബലഹീനനും പാപിയുമാണെന്നാണ്. അതാണ് കൺഫെഷൻ. ഐ ആം നോട്ട് ബെറ്റർ ദാൻ എനിവൺ. ഞാൻ ആരെക്കാളും ഒട്ടും മികച്ചവനല്ല. ഞാന് ഒരു യോഗ്യനാണ് എന്ന ചിന്തയിൽ നിന്നാണ് ഈ വേർപാട് എന്ന ആശയം ഉണ്ടാകുന്നത്. വേർപാട്. ഇപ്പൊ നമുക്ക് ഒരു കൊറോണ പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ അകന്നിരിക്കുകയാണ്. കാരണം എനിക്ക് കൊറോണ ഇല്ല, അവന് കൊറോണ ഉണ്ട്. അപ്പൊ അവനിൽ നിന്ന് അത് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ വേർപാട്. പെന്തക്കോസ്ത് സഭകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണത്. വേർപാട്, മനുഷ്യരിൽ നിന്ന് വേർപെടുക. മനുഷ്യരിൽ നിന്ന് വേർപെടുമ്പോൾ ക്രിസ്തുവിൽ നിന്നാണ് വേർപെടുന്നത്. കാരണം ക്രിസ്തു മനുഷ്യരോട് കൂടെയാണ്. പാപികളിൽ നിന്ന് വേർപെടുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ നിന്നാണ് വേർപെടുന്നത്. കാരണം ക്രിസ്തു പാപികളുടെ കൂടെയാണ്. ഈ വേർപാടുന്ന ആശയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും ഐ ആം ബെറ്റർ ദാൻ മെനി ഓഫ് ദം, ഞാൻ പലരെക്കാളും യോഗ്യനാണ്
ഞാൻ മാന്യനാണ്, വിശുദ്ധനാണ്, ഈ ഒരു ചിന്ത ഭരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു ചിന്തയാൽ നയിക്കപ്പെടുന്ന ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട് കേരളത്തിൽ. അത് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ മാത്രമല്ല, യാക്കോബായക്കാരുടെ ഇടയിലും ഓർത്തഡോക്സുകാരുടെ ഇടയിലും കത്തോലിക്കരുടെ ഇടയിലുമുണ്ട്. യാക്കോബായ, ഓർത്തഡോക്സ് അല്ലെങ്കിൽ സുറിയാനി സഭയുടെ ദൈവശാസ്ത്രത്തിൽ അതില്ല, ആരാധനയിലില്ല. പക്ഷേ അവരുടെ ഇടയിലെ ചില ഗ്രൂപ്പുകൾ, അതിലൊരു ഉദാഹരണമാണ് ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് എന്ന പേരിൽ ഒരു സംഭവമുണ്ട് ഈ കോലഞ്ചേരി ഭാഗത്ത്. ഒരു യോഹന്നാനാണ് അവരുടെ നേതാവ്. അവർ ഈ വിശുദ്ധ മതത്തിന്റെ ആളുകളാണ്, വിശുദ്ധിയാണ്, ഭയങ്കര വിശുദ്ധിയാണ്. സാധാരണക്കാരോട് മിണ്ടത്തില്ല, ഇടപെടത്തില്ല. അവരെല്ലാം വെറും പാപികളാന്നാ പറയും. അവരോട് സംസാരിക്കാൻ കൊള്ളത്തില്ല. കാരണം ഇതെനിക്ക് കേട്ടുള്ള അറിവല്ല കേട്ടോ, ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷനാണ്. കാരണം ഈ യോഹന്നാന്റെ അനുയായികൾ ഇവിടെ ഹൂസ്റ്റണിലുണ്ട്, അമേരിക്കയിൽ. ലോകം മുഴുവൻ അവർക്ക് അനുയായികളുണ്ട്. അപ്പൊ യോഹന്നാന്റെ അനുയായികളെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരിന്ന് നേരിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇപ്പൊ സാധാരണ സംസാരങ്ങൾ സംസാരിക്കുന്നവരോട് സംസാരിക്കരുത്. കാരണം നമ്മുടെ വിശുദ്ധിയൊക്കെ പൊഴിഞ്ഞു പോകും. ഇതെല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ്, എപ്പം വേണേലും തട്ടിപ്പോവാം. അതുകൊണ്ട് ഉണ്ടല്ലോ, പൊത്തുവരുത്തത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന. അപ്പൊ അവർക്ക് ഭയമാണ്. നാരങ്ങ സ്പൂണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാരങ്ങ സ്പൂണ്, ഈ വായിലൊരു സ്പൂൺ ഇങ്ങനെ വെക്കും, എന്നിട്ട് ആ സ്പൂണിനകത്ത് ഒരു നാരങ്ങ വെക്കും, എന്നിട്ട് അതുകൊണ്ട് 100 മീറ്റർ ഇങ്ങനെ നടന്നു പോകും. എന്നിട്ട് ആദ്യം ചെല്ലുന്ന ഒരു ജയിക്കും. നിങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ സ്കൂളിൽ അത് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാരങ്ങ സ്പൂൺ എന്ന് പറയുന്നത്. വേറെ പേരുണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ നാരങ്ങ സ്പൂൺ കളിക്കുന്ന പോലെയാണ് പെന്തക്കോസ്തുകാര് സ്നാനപ്പെട്ട് അവരുടെ സഭയിൽ ചേരുമ്പം അവന്റെ അണ്ണാക്കിലോട്ടൊരു സ്പൂണും വെച്ച് ഒരു നാരങ്ങയും വെച്ച് വിടുകയാണ്. നീ ഇത് താഴെ പോകാൻ സൂക്ഷിച്ചോണം, ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. നാരങ്ങയൊക്കെ പല പ്രാവശ്യം താഴെ പോയി. അപ്പൊ ഏറ്റു പറഞ്ഞാൽ മതി എന്ന് പറയും. സോറി, നാരങ്ങ എടുത്ത് വീണ്ടും പിറ്റേ ഞായറാഴ്ച വരിക. കുറ്റബോധമാണ് പിന്നെ. അപ്പൊ അതുപോലെ ഒരു കൂട്ടമാണ് ഈ CRF, ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ്. ഇപ്പൊ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശുദ്ധിയാണ്. ഈ അടുത്ത കാലത്ത് അവരിലെ കിരീടാവകാശി 2ാം സ്ഥാനക്കാരൻ അവരുടെ കൂട്ടായ്മയെല്ലാം തന്നെ കുറെ ഭാര്യ ഭർത്താക്കന്മാരെയൊക്കെ വിളിച്ച് അനാവശ്യം പറയുകയും വളരെ ലൈംഗിക അതിപ്രസരമുള്ള സംഭാഷണങ്ങളും മറ്റു കാര്യങ്ങളും, അങ്ങനെ വലിയൊരു കുഴപ്പത്തിലൊക്കെ ചെന്ന് ചാടി അവർ, ഈ അതിവിശുദ്ധ മതക്കാര്. അപ്പൊ അതേക്കുറിച്ചൊക്കെ പറയുന്ന ഓഡിയോകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം കൾട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ സഭയിലെ ഈ നോമ്പില് ഇതിങ്ങനെ കാണിക്കുന്നത്. കാരണം മനുഷ്യന്റെ കുറവുകളിലേക്ക് മശിഹ ഇറങ്ങി വരും. അവിടുന്ന് ഒളിച്ചോടുന്നില്ല, അവിടുന്ന് ഭയപ്പെടുന്നില്ല, പിന്തിരിയുന്നില്ല, വേർപാട് പാലിക്കുന്നില്ല. മനുഷ്യന്റെ കുറവുകളിലേക്ക്. ഇപ്പൊ സംഗതി പരുവക്കേടാന്ന് പറഞ്ഞാൽ നമുക്ക് വിട്ടേക്കാന്ന് പറയും. കാരണം നമ്മളെ കല്യാണത്തിന് വിളിച്ചു. ഞാൻ ഒരിക്കലും ഒരു കല്യാണത്തിന് പോയപ്പോ അങ്ങനെ അവിടെ ഭക്ഷണം തികയുന്നില്ല എന്ന് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു, പരമാവധി ആളുകളെ വിളിച്ചു. ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ സ്ഥലം വിട്ടു. കാരണം കർത്താവ് വർദ്ധിപ്പിക്കുന്ന പോലെ ബിരിയാണി വർദ്ധിപ്പിക്കാനെന്നുള്ള കഴിവ് എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് പോയി വേറെ ഹോട്ടലിൽ എല്ലാം കഴിക്കാം. കാരണം അത്രയും അവർക്ക് ആശ്വാസമായിക്കോളൂ. കുറവുകളിലേക്ക് മശിഹ ഇറങ്ങി വരും. അതാണ് നമ്മൾ കാണുന്നത്. എന്തൊക്കെ കുറവുകളാണ്. അപ്പൊ അതിൽ ഏറ്റവും തരക്കേടില്ലാത്തത് ഈ കാനാവിലാണ്. കാനാവിലെ കല്യാണ വീട്ടിലാണ്. കാരണം അവർക്ക് കല്യാണത്തിന് വീഞ്ഞ് പോരാതെ വന്നു എന്നുള്ളതാണ് പ്രശ്നം. വീഞ്ഞിനൊരു പോരായ്മ. കാരണം വെച്ചാ വീഞ്ഞിന് ലഹരി പോരാ. അതാണ് പ്രശ്നമായത്. ലഹരി പോരെങ്കിൽ ആളുകൾക്ക് ലഹരി പിടിക്കുന്നവരെ കുടിക്കും. അപ്പൊ ഇങ്ങനെ കൂടുതൽ കുടിച്ചുകൊണ്ടിരിക്കും, പക്ഷെ വിശേഷമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ ലഹരിയുള്ള വീഞ്ഞ്, മികച്ച വീഞ്ഞ് അവിടെ ആവശ്യമായി വന്നു. ഇത്രയേ ഉള്ളൂ. പക്ഷേ
രണ്ടാമത്തെ ആഴ്ചത്തെ അവനെ നോക്കിക്കേ, കുഷ്ഠരോഗിയാ. അപ്പൊ ഈ കുഷ്ഠരോഗിയെ കണ്ടാൽ ഈ കാനാവിലെ കല്യാണ വീടിന്റെ ഉടമസ്ഥൻ അംഗീകരിക്കുമോ? കാനാവിലെ കല്യാണ വീട്ടിന്റെ ഉടമസ്ഥൻ കുഷ്ഠരോഗിയെ കണ്ടു കഴിഞ്ഞാൽ ഓടും, അല്ല കഥ അടയ്ക്കും, പോടാ, അല്ലേ? പക്ഷെ മശിഹ രണ്ടിടത്തുമുണ്ട്. നിന്റെ പാപത്തിന്റെ വലിപ്പച്ചെറുപ്പം മശിഹ ഗൗനിക്കുന്നില്ല. ഇപ്പൊ നീ പറയാണ് ഞാൻ വിശുദ്ധനാണ്, ഞാൻ സ്വർഗരാജ്യത്തിന് സർവ്വതാ യോഗ്യനാണ്, ഞാനാണ് സ്വർഗത്തിൽ പോകാൻ. ഈ ദേശത്ത് നിന്ന് ആരെങ്കിലും സ്വർഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ അത് ഒന്നാമത് ഞാനായിരിക്കും, കാരണം ഐ ആം മോർ എലിജിബിൾ. കാരണം എനിക്കിപ്പോ പ്രത്യേകിച്ച് കുറവൊന്നുമില്ല, എന്റെ മോടെ കല്യാണത്തിന് ഇച്ചിരി വീഞ്ഞു പോരാതെ വന്നെന്നുള്ള അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതാണോ? ദേഹം മുഴുവൻ കുഷ്ഠമാണ്, കുഷ്ഠം. ദേഹം മുഴുവൻ കുഷ്ഠം ബാധിച്ചിരിക്കുന്ന ഇവനെ എന്നെയും കൂടെ താരതമ്യപ്പെടുത്താൻ പറ്റുമോ? വീഞ്ഞൊടു കുഷ്ഠം തളർവാദം പുറജാതി സ്ത്രീ കൂനി. അപ്പം മൂന്നാമത്തെ ആഴ്ചയിൽ തളർവാദ രോഗി കിടക്കുകയാണ്. കുഷ്ഠരോഗി ചിരിക്കും, ദേഹത്ത് കുഷ്ഠം ഉണ്ടെങ്കിലും എഴുന്നേറ്റൊന്ന് വെളിക്കിറങ്ങാൻ പോണേ, എനിക്ക് തന്നെ പോയി വെളിക്കിറങ്ങി വെച്ചൊക്കെ വരും. നിനക്കോ എഴുന്നേറ്റ് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ 7 ആഴ്ചകളിലൂടെ പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ നമുക്ക് വരച്ചു കാണിച്ചു തരുന്നത് ലോകത്തിന്റെ ചിത്രമാണ്. ഈ 7 ആഴ്ചകളിലൂടെ നിങ്ങൾ ഇത് ഒരുമിച്ച് കാണുക. ഒരു കല്യാണ വീട്, ഒരു വീട് കുറവുകൾ നിമിത്തം പരിഭ്രാന്തരായ, പ്രശ്നസങ്കീർണമായിരിക്കുന്ന ഒരു കുടുംബം, ഫിനാൻഷ്യൽ പ്രോബ്ലംസിൽ കുടുങ്ങിക്കിടക്കുന്ന, കടബാധ്യതയിൽ കുടുങ്ങിക്കിടക്കുന്ന കുടുംബങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളുടെ ഒരു റെപ്രസെന്റേഷനാണ് കുഷ്ഠരോഗി. എല്ലാത്തരം പാപങ്ങളും അശുദ്ധിയും എല്ലാം വിധിച്ച സ്വയം വെറുപ്പ്. കാരണം ഈ കുഷ്ഠരോഗി തന്നെ അശുദ്ധൻ 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 എന്ന് പറയാണ്, കാരണം അവൻ പാളയത്തിന് പുറത്താണ്, അവൻ തന്നെ സ്വയം നിന്നയാണ്, സ്വയം തോന്നുകയാണ് ഞാൻ യോഗ്യനല്ല. തളർവാദ രോഗി, ഒന്നും ചെയ്യാൻ കഴിയാത്ത, നിശ്ചലനായ, നിസ്സഹായനായ, നിശ്ചേഷ്ടനായ മനുഷ്യൻ, പ്രതികരിക്കാൻ കഴിയാത്ത, അനീതി കണ്ടാലും അക്രമം കണ്ടാലും അഴിമതി കണ്ടാലും പ്രതികരിക്കാൻ കഴിയാത്ത മനുഷ്യർ, തളർവാദ രോഗിയാണ്, തളർന്നു കിടക്കുക. പുറജാതി സ്ത്രീ, ഔട്ട്കാസ്റ്റ്, ജാതി വിവേചനം നേരിടുക, പുറജാതി സ്ത്രീ. കൂനി, പിന്നെ എന്താ, അന്ധൻ. ഏറ്റവും ഒടുവിലായി മരിച്ച് 4 ദിവസം കഴിഞ്ഞ ലാസറിനെ ഉയർപ്പിക്കുന്നത്. പക്ഷെ നമ്മളത് ഈ പട്ടികയിൽ കേൾക്കുന്നില്ല. ഞായറാഴ്ചകളിലെ ഏവങ്കേലിയൻ ഭാഗങ്ങളിൽ ഇല്ല. നോമ്പിലെ ഞായറാഴ്ചകളിൽ വെള്ളം വീഞ്ഞാക്കുന്നത്, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നത്, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിക്കുന്നത്, പുറജാതി സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം കൊടുക്കുന്നത്, കൂനിയെ സുഖപ്പെടുത്തുന്നത്, അന്ധനെ സുഖപ്പെടുത്തുന്നത്. പിന്നെ ഓശാനയിലേക്ക് പോയി നമ്മൾ ഹാശാഴ്ചയിലേക്ക് പോവാണ്. എന്നാൽ 40-ാം വെള്ളിയാഴ്ച 40 ദിവസമാണ് നോമ്പ്. നമ്മൾ അങ്ങനെയാണ് പാടുന്നത്, 40 നാൾ ഉപവസിക്കാം. മോശയും ഏലിയാവും 40 നാൾ നോറ്റു, നമ്മുടെ കർത്താവ് 40 ദിവസം നോമ്പെടുത്തു. അതുകൊണ്ട് നമ്മൾ നോമ്പെടുക്കണം, ആൾക്കാർ ഉത്സാഹം ജയിക്കണം. അപ്പൊ 40 നോമ്പാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പോ 40-ാം വെള്ളിയാഴ്ച കഴിയുമ്പോൾ തൊട്ടുപിറ്റേ ശനിയാഴ്ച അവിടെ നമ്മുടെ നോമ്പ് അവസാനിക്കുകയാണ്. അതാണ് അതിന്റെ ഒരു കണക്ക്. അപ്പൊ ആ ശനിയാഴ്ചയെ പാരമ്പര്യമായിട്ട് ഈ കൊഴുക്കട്ട ശനി എന്നൊക്കെ പറയും. കാരണം ഇന്നത്തെ പോലെയല്ല, പണ്ട് നോമ്പ് വളരെ കർശനമായിട്ട് എടുത്തിരുന്നപ്പോൾ മധുരം ഉപയോഗിക്കില്ല, സ്വാദുഭോജ്യങ്ങൾ ഉപയോഗിക്കില്ല, അങ്ങനെ ആയിരുന്നു നോമ്പ്.
ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ചക്ക എങ്ങനെ ചിക്കന്റെ രുചിയിൽ നോമ്പ് കാലത്ത് വെക്കാം എന്നൊക്കെ വിചാരിച്ച്. അപ്പൊ രുചികളെ ഉപേക്ഷിക്കുക, ഇഷ്ടങ്ങളെ ഉപേക്ഷിക്കുക, ഇതൊക്കെയാണ് നോമ്പിന്റെ ഒരു അർത്ഥം, അതിന്റെ അന്തസത്ത. ഇന്ന് അന്തസാരശൂന്യമായ നോമ്പ് അനുഷ്ഠിക്കുന്നതുകൊണ്ടാണ്. അപ്പം പഴയ കാലത്ത് നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ മധുരമില്ലാത്ത കാപ്പി, മധുരമില്ലാത്ത ഭക്ഷണങ്ങൾ, അങ്ങനെ നോമ്പ് ആലങ്കാരികമായിട്ട് അല്ലെങ്കിൽ അത് സൂചനാത്മകമായിട്ട് ഈ നോമ്പ് മുറിയുകയാണ് ഈ ശനിയാഴ്ച, അതായത് 40-ാം വെള്ളിയാഴ്ചയുടെ പിറ്റേ ദിവസം ശനിയാഴ്ച. അന്ന് വ്യാപകമായിട്ട് അന്നത്തെ കാലത്ത് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കൊഴുക്കട്ട. ചക്കരയും തേങ്ങായും ഒക്കെ വെച്ച് കൊഴുക്കട്ട ഉണ്ടാക്കിയതിന്, അതുകൊണ്ട് കൊഴുക്കട്ട ശനി എന്നൊരു പേരും അതിന് വന്നിട്ടുണ്ട്. ഈ കൊഴുക്കട്ട ശനിയിൽ അവിടെയാണ് നോമ്പ് അവസാനിക്കുന്നത്. ഈ കൊഴുക്കട്ട ശനിയിൽ അനുസ്മരിക്കുന്നത് ലാസറിന്റെ ശനിയാഴ്ച എന്ന്, അതൊരു പെരുന്നാളാണ്, ഒരു ഫീസ്റ്റാണ്. അപ്പം ലാസറിനെ ഉയർപ്പിച്ചത് ആഘോഷിക്കുകയാണ്, ലാസറിനെ ഉയർപ്പിച്ചത് ആഘോഷിക്കുകയാണ്. അപ്പം മനുഷ്യവർഗത്തിന്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിക്കുന്നു, പുറജാതി സ്ത്രീയുടെ മകൾക്ക് കാരുണ്യപൂർവ്വം സൗഖ്യം കൊടുക്കുന്നു, കൂനിയെ നിവർത്തുന്നു, അന്ധന് കാഴ്ച കൊടുക്കുന്നു. ഏറ്റവും ഒടുവിലായി മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം മരണത്തിൽ അടിപ്പെട്ട ലാസറിനെ ഉയർപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം വായിക്കണം. അതിന്റെ 12-ാമത്തെ അധ്യായം എടുത്ത് വായിച്ചാല് യേശു ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ബഥാനിയയിലേക്ക് വരികയും അവിടെ കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിൽ പന്തിക്കിരിക്കുകയും ചെയ്തു. ലാസർ അവനോടുകൂടെ പന്തിയിലിരുന്നു. ബൈബിളിലെ പുതിയ നിയമത്തിലെ ഒരു ബ്യൂട്ടിഫുൾ വാക്യമാണ്, ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നു. അപ്പൊ ലാസർ ആരായിരുന്നു? മരിച്ചവനായിരുന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പ് കല്ലറയ്ക്കുള്ളിൽ ഇരുന്നവനാണ് ഇന്ന് പന്തിയിലിരിക്കുന്നത്. ഇത് മനുഷ്യവർഗത്തിന്റെ ചിത്രമാണ്. ഇതാണ് ട്രൂ ഓർത്തഡോക്സി. ഇത് പൗലോസ് ശ്ലീഹ പറയുന്ന എവിടെയാണ്? എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയാണ്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ച് തന്നോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി. അപ്പോ മരിച്ച് ദുർഗന്ധം വമിക്കുന്നു എന്ന് പറഞ്ഞ് കല്ലുരുട്ടി അടച്ച് കല്ലറയ്ക്കകത്തിരുന്ന ലാസറിനെ എഴുന്നേൽപ്പിച്ച് തന്നോടുകൂടെ ആ വിരുന്നിൽ പന്തിക്കിരുത്തിയത് സിംബോളിക് പ്രസന്റേഷനാണ്. അതേ അനുഭവമാണ് മനുഷ്യവർഗത്തിനായിരുന്നത്. അപ്പൊ ഈ നോമ്പാചരണം അവസാനിക്കുന്നത് ഈ 40-ാം വെള്ളിയാഴ്ച കഴിയുമ്പോൾ ആ കൊഴുക്കട്ട ശനിയിൽ വന്ന്, അല്ലെങ്കിൽ ലാസറിന്റെ ശനിയാഴ്ചയിൽ വന്ന് അവസാനിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പാണ്. അത് മനുഷ്യന്റെ സമസ്ത പ്രശ്നങ്ങളെയും പ്രതിപാദിക്കുകയാണ് ഈ നോമ്പ്. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുകയും അതിജീവിക്കുകയും ചെയ്യുന്ന ഒരു മശിഹായെ മുറുകെ പിടിക്കുകയാണ്. മനുഷ്യവർഗത്തിന്റെ മഹത്വീകരണമാണ്. പിന്നീട് പിറ്റേ ദിവസം ഞായറാഴ്ച, ഓശാന ഞായറാഴ്ചയാണ്. ഓശാന ഞായറാഴ്ച കർത്താവ് നഗരത്തിലേക്ക് എഴുന്നള്ളി വരുന്നു. ആ ഒരാഴ്ച ഹാശാഴ്ചയാണ്, അല്ലെങ്കിൽ കഷ്ടാനുഭവാഴ്ചയാണ്, പാഷൻ വീക്ക് പല പേരുകളിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഒരാഴ്ച കർത്താവിന്റെ മഹത്വകരമായ അല്ലെങ്കിൽ രക്ഷാകരമായ കഷ്ടാനുഭവത്തെ, നമുക്ക് വേണ്ടി ഉണ്ടായ താഴാഴ്മയെക്കുറിച്ച്, നമുക്ക് വേണ്ടി ഉണ്ടായ താഴാഴ്മ, ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഠ താഴ്ചകളേറ്റം ധന്യം നാഥ. ഒരാഴ്ച കർത്താവിന്റെ താഴാഴ്മയെ നമ്മൾ അനുസ്മരിക്കുന്നു. അങ്ങനെ വലിയ വെള്ളിയാഴ്ച കടന്ന് ഉയർപ്പ് ഞായറാഴ്ചയിലേക്ക് എത്തുമ്പോൾ മശിഹ മരണത്തെ കൊന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. നോമ്പാചരണം അവസാനിക്കുന്ന ആ ഉയർപ്പ് പെരുന്നാളോടുകൂടിയാണ് മശിഹ മരണത്തെ കൊല്ലുന്നു. അപ്പൊ മനുഷ്യവർഗത്തിന്റെ ഓരോരോ മേഖലകളിലെ ഓരോരോ പ്രശ്നങ്ങളും പാപങ്ങളും തകർച്ചകളും വീഴ്ചകളും പോരായ്മകളും കുറവുകളും അബദ്ധങ്ങളും ഇതെല്ലാം നിരത്തി വെക്കുകയാണ്. ഇതാണ് ഹ്യൂമാനിറ്റി. ദൈവം മനുഷ്യനെ സന്ദർശിക്കുന്നു. വിവേചനമില്ല, മുഖപക്ഷമില്ല, വേറുകൃത്യമില്ല, വ്യത്യാസമില്ല. പൗലോസ് പറയുന്നത് നോ ഡിഫറൻസ്. All have sinned and come short of glory. എല്ലാവരും പാപം ചെയ്തു. അടുത്തത്, ഒരുപോലെ ദൈവ തേജസ് ഇല്ലാതെ. നീ ചെറിയ പാപം ചെയ്തോ, വലിയ പാപം ചെയ്തോ, ഇമ്മിണി പാപം ചെയ്തോ, ഒത്തിരി പാപം ചെയ്തോ, ഒരു കൊട്ട പാപം ചെയ്തോ, ഒരു ലോഡ് പാപം ചെയ്തോ, നോ ഡിഫറൻസ്. All have sinned and come short of glory.
ആ മനുഷ്യവർഗത്തിലേക്ക് മശിഹ ഇറങ്ങി വരികയാണ്. വാട്ട് വാസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് മെസായ? ഒരു മനുഷ്യനെ മാറ്റി നിർത്തിയില്ല, ഒരു മനുഷ്യനെയും വിധിച്ചില്ല, ഒരു മനുഷ്യനെയും പരിഹസിച്ചില്ല, ഒരു മനുഷ്യനെയും നിന്ദിച്ചില്ല. വീഞ്ഞ് തീർന്നു പോയ വീട്ടുകാരെ ബ്ലെയിം ചെയ്തില്ല. നിങ്ങൾ നേരത്തെ കരുതണ്ടായിരുന്നോ? ഉപദേശമില്ല അവിടെ, അഡ്വൈസ്. നിങ്ങൾ നേരത്തെ വീഞ്ഞ് മേടിക്കാൻ, നിങ്ങൾ ഇതാണ് ഇത്രയും പേരെ വിളിച്ചു വരുത്തി, എന്തിനാണ്? നോ. കുറവുകളെ തീർക്കുക, പോരായ്മകളെ തീർക്കുക. കുഷ്ഠരോഗി മടിക്കാതെ അവനെ തൊടുക. മശിഹായ്ക്ക് മനുഷ്യനോടുള്ള മനോഭാവം, ക്രിസ്തുയേശുവിന്റെ ഇതേ മനോഭാവം നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. പൗലോസ്ലീഹ പറയുകയാണ്, മശിഹായ്ക്ക് മനുഷ്യനോടുള്ള മനോഭാവം. ഇതാണ് ഈ നോമ്പിൽ നമ്മൾ കാണുന്നത്. മശിഹായ്ക്ക് മനുഷ്യനോടുള്ള മനോഭാവം എന്താണ്? മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു, ദൈവമോ പുറമേ ഉള്ളത് നോക്കുന്നില്ല. അവന്റെ സ്കിന്നിലാണ് കുഷ്ഠം, അവളുടെ ശരീരത്തിനാണ് കൂന്, അവന്റെ ഭൗതിക നയനങ്ങൾക്കാണ് അന്ധത, അവരുടെ ഭൗതിക സമ്പത്തിലാണ് കുറവ്, അവന്റെ ശരീരമാണ് തളർന്നത്. പുറമേ ഉള്ളതിലേക്കല്ല നോക്കുന്നത്. അപ്പം നമ്മുടെ ഇൻഫോർമിറ്റീവ്സിനെ ഉപരിയായി, നമ്മുടെ കുറവുകൾക്കും ബലഹീനതകൾക്കും പാപങ്ങൾക്കും തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും അതീതമായി അവയെ പരിഗണിക്കാതെ മശിഹ നമ്മെ ആലിംഗനം ചെയ്യുന്നു. മനുഷ്യനെ മശിഹ മനുഷ്യവർഗത്തെ വാരിപ്പുണരുന്നു. ഇതാണ് ട്രൂ അണ്ടർസ്റ്റാൻഡിങ്, ഇതാണ് ട്രൂ ക്രിസ്ത്യാനിറ്റി. ഇതിനെ പാശ്ചാത്യ ക്രിസ്ത്യാനിത്വം വികലമാക്കി. സത്യസുവിശേഷം പ്രസംഗിച്ചില്ല. ഗ്ലോറിയസ് ഗോസ്പലിൽ സത്യസുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു. മശിഹ മനുഷ്യനെ കാണുമ്പോൾ അവന്റെ കുറവുകൾ നോക്കാതെ, ബലഹീനതകൾ നോക്കാതെ, വീഴ്ചകൾ നോക്കാതെ, താഴ്ചകൾ നോക്കാതെ അവനെ നോക്കും. എല്ലാവരെയും ഉൾക്കൊള്ളുന്നു, എല്ലാവരെയും സ്വീകരിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും സുഖപ്പെടുത്തുന്നു കർത്താവ്. വിവേചനമില്ല. ഇതാണ് ട്രൂ ഗോഡ് ഫ്രം ട്രൂ ഗോഡ്, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം. കാണാതെ പോയതിനെ തിരഞ്ഞ് കണ്ടെത്തേണ്ടതിനല്ലോ മനുഷ്യപുത്രൻ വന്നത്. എന്താണ് കാണാതെ പോയത്? ലോസ്റ്റ് ഐഡന്റിറ്റി ഓഫ് ഹ്യൂമൻസ്, മനുഷ്യന്റെ നഷ്ടപ്പെട്ട അസ്തിത്വം. എന്താണത്? ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്നുള്ള ബോധ്യം. നാം ദൈവമക്കളാണ്. ആ ദൈവമക്കൾ എന്ന ഐഡന്റിറ്റി വി ഹാവ് ലോസ്റ്റ് ഇറ്റ്. വി ഹാവ് ലോസ്റ്റ് ഇറ്റ് സംവെയർ.
നമ്മളിലെ യഥാർത്ഥ നമ്മെ കണ്ടെത്തുവാനാണ് ക്രിസ്തു വന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞെടുക്കുവാൻ, തിരഞ്ഞു രക്ഷിപ്പാൻ. വാട്ട് വാസ് ദ മിഷൻ ഓഫ് മെസായ? മിഷൻ ഓഫ് മെസായ, നിന്നിൽ നഷ്ടപ്പെട്ട ഒരു നീയുണ്ട്. അത് ഈ കുഷ്ഠരോഗിയല്ല. നിന്നിൽ നഷ്ടപ്പെട്ട ഒരു നീയുണ്ട്. അത് ഈ കൂനി തള്ളയല്ല, അബ്രഹാമിന്റെ മകളാണ്. പിന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ, ലോകമറിയുന്ന ഒരു നിങ്ങൾ, നിങ്ങളുടെ മക്കൾ അറിയുന്ന ഒരു നിങ്ങൾ, നിങ്ങളുടെ സഹപ്രവർത്തകർ അറിയുന്ന ഒരു നിങ്ങൾ, നിങ്ങളുടെ കീഴുദ്യോഗസ്ഥർ അറിയുന്ന ഒരു നിങ്ങൾ, നിങ്ങളുടെ അയൽക്കാർ അറിയുന്ന ഒരു നിങ്ങൾ, നിങ്ങളുടെ കൂട്ടുകാരറിയുന്ന ഒരു നിങ്ങൾ, നിങ്ങളുടെ അപ്പനമ്മമാർ അറിയുന്ന ഒരു നിങ്ങൾ, നിങ്ങളുടെ അധ്യാപകർ അറിയുന്ന ഒരു നിങ്ങൾ, നിങ്ങളുടെ വിദ്യാർത്ഥികൾ അറിയുന്ന ഒരു നിങ്ങൾ. ഇതൊന്നും കാണാതെ പോയതല്ലല്ലോ. ഇതൊക്കെ പലരുടെയും കയ്യിലിരിക്കുന്ന, പലർക്കും അറിവുള്ളതാ. കാണാതെ പോയത് എന്താണ്? നിങ്ങളിലെ യഥാർത്ഥ നിങ്ങൾ, ദ ട്രൂ ഐഡന്റിറ്റി. ആ ട്രൂ ഐഡന്റിറ്റിയെ കണ്ടെത്തുവാനാണ് മശിഹ വന്നത്. ആ ട്രൂ ഐഡന്റിറ്റിയെ കണ്ടെത്തുകയാണ് കാനാവിൽ. ബ്ലെയിം ചെയ്യാതെ, കണ്ടം ചെയ്യാതെ, കുറ്റപ്പെടുത്താതെ, കുറ്റം വിധിക്കാതെ, വിരൽ ചൂണ്ടാതെ, പരിഹസിക്കാതെ കുറവുകളെ തീർക്കുക, ബലഹീനതകളെ പോക്കുക. ഇപ്പൊ എന്താ സംഭവിക്കുന്നേ? മരണത്തിലേക്ക് പോവാണ്. എല്ലാ ബലഹീനതകളെയും അവിടെ മാറ്റുക. ഇതാണ് നോമ്പ് നമുക്ക് നൽകുന്ന സന്ദേശം. മശിഹ മറകൾ നീക്കി മനുഷ്യനെ കാണുന്നു. നമ്മളിലെ നമ്മളെ കാണും. കർത്താവ് ഉപമ പറയുകയാണ്. ദൈവരാജ്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഒരു മനുഷ്യൻ വിലയേറിയ ഒരു മുത്ത് അന്വേഷിച്ചു പോവാണ്. മുത്ത് അന്വേഷിച്ചു പോയി അവൻ അത് കണ്ടെത്തി. കാണാതെ പോയതിനെ തിരഞ്ഞു കണ്ടെത്താൻ വന്ന മനുഷ്യപുത്രൻ അത് കണ്ടെത്തിയപ്പോൾ എന്ത് ചെയ്തു? തനിക്കുള്ളതെല്ലാം ചിലവഴിച്ചു, വിറ്റു, ആ മുത്ത് വിലയ്ക്ക് വാങ്ങി. മേടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ മുത്തിന് ഭയങ്കര വിലയാണ്. വസ്തു മുഴുവൻ വിറ്റു. മുത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, പറ്റില്ല. ഒരു ബെൻസ് കാറുണ്ടായിരുന്നു, അതും വിറ്റു, പോരാ. ബാങ്കിലെ ഫിക്സഡ് ഡിപ്പോസിറ്റ് കുറച്ചുണ്ടായിരുന്നു, അത് പോരാ. പിന്നെ അല്ല, അവശേഷിക്കുന്ന ആകെ കയ്യിലുള്ള വിവാഹമോതിരമാണ്, കയ്യിലൊരു വാച്ച്. ആ വിവാഹമോതിരം ഊരി വാച്ചും കൊടുത്തു, പോരാ. ഇപ്പൊ മുത്തിന്റെ ഉടമസ്ഥന്റെ നോട്ടം, ഇട്ടിരിക്കുന്ന സ്യൂട്ട് അർമാനി സ്യൂട്ടാണ്. ഊരി, സ്യൂട്ട് ഊരി, ഷൂസ് ഊരി. ഇപ്പൊ ഒരു അണ്ടർവെയർ മാത്രമേ ഉള്ളൂ. മുത്ത് തരുമെന്ന് വിചാരിക്കുക? ഇല്ല. ഒരു വ്യാപാരിയാണ്. ഒരു വ്യാപാരി ഒരു മുത്ത് മേടിക്കാൻ നിൽക്കുമ്പോൾ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തുകയാണ്. അണ്ടർവെയറും കൂടെ ഊരി തരണം. മുത്ത് അമൂല്യമാണ്, നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. ഒടുക്കം ആ അണ്ടർവെയറും ഊരി പൂർണ്ണ നഗ്നനായി. ഇപ്പോൾ മുത്ത് കയ്യിലായി. യേശു പറഞ്ഞ ഈ കഥ, ഇതുപോലെ ഒരു ട്രേഡ് ലോകത്തിൽ, പ്രപഞ്ചത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം നടന്നിട്ടുള്ളൂ. തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി മനുഷ്യവർഗത്തിന്റെ മുത്ത് യേശു മശിഹ
സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങി. സകലതും പൂർണ്ണനഗ്നനായി അവൻ കുരിശിൽ തൂങ്ങപ്പെട്ടു. യേശു കർത്താവ് തിരഞ്ഞ് അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്ന ആ മുത്ത് നിന്നിലുണ്ട്. ആ മുത്ത് നിന്നിലുണ്ട്. നീയല്ല മുത്ത്, നിന്നിലാണ് ആ മുത്ത്. നീ കുറവുള്ളവൻ, ബലഹീനൻ, കുഷ്ഠരോഗി, തളർവാദ രോഗി, കൂനി, അന്ധൻ, ചത്തവൻ. പക്ഷെ നിന്നിലൊരു മുത്തുണ്ട്. മശിഹയെ മോഹിപ്പിക്കുന്ന മുത്തോ? നിന്നിലുള്ള ആ മുത്തിനെ നീയും കണ്ടെത്തുക. ഇതാണ് ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്ന ഫോർട്ടിസിസ്. നാം കണ്ടെത്തുക. കാണാതെ പോയ ട്രൂ ഇമേജിനെ കണ്ടെത്തുവാൻ സ്വർഗം ചായിച്ച്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം ഈ കത്തോലിക്ക വേദപുസ്തകത്തിൽ വായിക്കുമ്പം എനിക്ക് ആ ഭാഷ വളരെ ഇഷ്ടമാണ്. ദൈവത്തോടുള്ള സമാനത കാര്യമായി പരിഗണിക്കാതെ ഇറങ്ങി വന്ന മശിഹ മനുഷ്യന്റെ കുറവുകളെയും കാര്യമായി പരിഗണിക്കുന്നില്ല. പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്ന് കർത്താവ് കല്ലെറിഞ്ഞില്ല. മനുഷ്യപുത്രൻ വിധിക്കാനല്ല വന്നത്, രക്ഷിക്കാൻ, കണ്ടെത്തുവാൻ. രക്ഷിക്കുവാനും കണ്ടെത്തുവാനും വന്ന മശിഹ വിധിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുമെന്ന പാശ്ചാത്യ കപട ഉപദേശമാണ് കേരളത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ സത്യവിശ്വാസം കൈകളിൽ ലഭിച്ചിരിക്കുന്ന നമ്മൾ ആണ് ഇതിനെതിരെ ഒരു സ്റ്റാൻഡ് സ്വീകരിക്കേണ്ടത്. മശിഹ മനുഷ്യവർഗത്തെ മാറോടണയ്ക്കുന്നു. വാട്ട് എ ലവ് ഇറ്റ് ഈസ്! വാട്ട് എ ലവ് ഇറ്റ് ഈസ്! എന്തൊരു സ്നേഹം! എത്ര അത്ഭുതകരമായ സ്നേഹം! അപ്പൊ നോമ്പിലെ സന്ദേശം കുറവുകളെ പരിഗണിക്കാത്ത മശിഹയെ നമുക്ക് വരച്ചു കാണിക്കാം. നിങ്ങളുടെ കുറവിനെയും പരിഗണിക്കുന്നില്ല. ചില ആളുകൾ പറയുന്നത്, ചിന്തിക്കുന്നത്, ഞാൻ കുറച്ചൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്, ഞാൻ കുറെ ആളുകളെക്കാളൊക്കെ ബെറ്ററാണ്, അതുകൊണ്ട് ഞാൻ എലിജിബിൾ ആണ്. സ്വിമ്മിംഗ് പൂളിൽ നീന്തി പരിചയമുള്ള ഒരാള് ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടക്കാമെന്ന് വീരവാദം മുഴക്കുന്നത് പോലെയാണ് ചില ആളുകൾ. അവർ പസഫിക് ഓഷ്യൻ വരെ നീന്തി കിടക്കുമെന്നാ പറയും. സ്വന്തം കഴിവുകളിൽ ആശ്രയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചന്ദ്രനിലേക്ക് പോവുക എന്നതാണ് ലക്ഷ്യം. എന്താ ചെയ്യേണ്ടത്? ചന്ദ്രനിലേക്ക് കൊണ്ടുപോകുന്ന ഏജൻസി നമ്മുടെ വാഹനം തയ്യാറാക്കി നമ്മളെ കൊണ്ടുപോകുവാൻ കാത്തിരിക്കുക, പരിശീലനത്തിന് വിധേയമാകുക. അപ്പൊ ചില ആളുകൾ എന്തിയാണ്, ചന്ദ്രനിലേക്ക് പോകുന്ന ആ ദൂരം കണക്കാക്കി, കുറച്ചു ദൂരം ഞാൻ കടക്കാം, കുറച്ചു ദൂരം ഞാൻ താണ്ടാം, 4 നില കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്, ദൈവത്തെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പൊ ചോദിക്കുകയാണ്, ഐ ആം ഹെൽപ്പിംഗ് ഗോഡ്, കാരണം ചന്ദ്രൻ വരെ പോകണം, ഇത്രയും ദൂരം ഞാനായിട്ട് അങ്ങ് താണ്ടി. ഇപ്പൊ കുറെ കൂടെ ഉള്ള ആളുകൾ പറഞ്ഞു, ഒരു കുന്നിന്റെ മുകളിൽ പോയി നിന്നു, വേറെ ഒരാൾ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി, മറ്റൊരാൾ എവറസ്റ്റിന്റെ മുകളിൽ കയറി. പക്ഷേ ചന്ദ്രനിലേക്കാണ് പോകേണ്ടത്. ചന്ദ്രനിലേക്കുള്ള ദൂരത്തെ കണക്കാക്കിയാൽ ഈ 4-ാം നിലയിൽ നിൽക്കുന്നവനും കുന്നിൻ മുകളിൽ നിൽക്കുന്നവനും എവറസ്റ്റിന്റെ മുകളിൽ നിൽക്കുന്നവനും ഒരുപോലെയാണ്. കാരണം ഇതൊന്നും ആ ദൂരത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ കാര്യമായി സഹായിക്കുന്നില്ല.
ഇതുപോലെയാണ് തിരുവെഴുത്ത് പറയുന്നത്, നിങ്ങളുടെ നീതിപ്രവൃത്തികളെല്ലാം കറപുരണ്ട തുണികളാണ്. ഇത് കർത്താവിന്റെ കരുണയാലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ പർവ്വതത്തിന്റെ ഈ താഴെ ഓടെ കിടക്കുന്നവനെയും വഴി നിൽക്കുന്നവനെയും അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ നിൽക്കുന്നവനെയും മലയുടെ മുകളിൽ നിൽക്കുന്നവനെയും എവറസ്റ്റിന്റെ മുകളിൽ നിൽക്കുന്നവനെയും ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ കണ്ണോടിച്ച് ഒന്ന് കണ്ടിട്ടാണ് പൗലോസ് പേന എടുത്തെഴുതി, നോ ഡിഫറൻസ്, ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ഗ്ലോറി. കാരണം ഇറ്റ് വിൽ ഹാപ്പൻ ഓൺലി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് മേഴ്സി ഓഫ് ഗോഡ്. കർത്താവെ കരുണ ചെയ്യണമേ, കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. അത് കരുണയാലാണ് സംഭവിക്കുന്നത്. ഡോണ്ട് ട്രൈ ടു ഹെൽപ്പ് ഗോഡ്. നമ്മൾ എന്തിനാണ് ഈ മെഡിറ്റേഷനിലൂടെ കടന്നു പോകുന്നത്? ഇറ്റ് മേക്സ് us humble. ഇറ്റ് മേക്സ് us humble. അത് നമ്മളെ എന്താക്കി മാറ്റും? താഴ്മയുള്ളവരാക്കി മാറ്റും. പത്നിരഥങ്ങളിൽ നമ്മെ ആഘോഷമായി കൊണ്ടുപോകുവാൻ മശിഹായ്ക്ക് മാത്രമാണ് കഴിയുന്നത്. ഇപ്പൊ പെട്ടെന്നൊരു വിസിലടിച്ചു, ചന്ദ്രനിലേക്കുള്ള പേടകം റെഡി. ആരായിരിക്കും ആദ്യം പോയി ആ പേടകത്തിൽ കയറുന്നേ? ആ വഴി നിൽക്കുന്നവനാ. കാരണം അവന് എളുപ്പമുണ്ട് അങ്ങോട്ട് പോയി പേടകത്തിൽ കയറാൻ. അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ താഴെ ഇറങ്ങി വന്നിട്ട് താമസം. അന്നേരം കറണ്ട് പോയി, അപ്പാർട്ട്മെന്റിൽ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി വന്നു. മലയുടെ മുകളിൽ നിൽക്കുന്ന അവിടെ നിന്ന് ഓടിപ്പിടി കൊടുത്ത് വരുമ്പോഴേക്കും പിന്നെ ലേറ്റ് ആവും. എവറസ്റ്റിന്റെ മുകളിൽ നിൽക്കുന്ന ന്യൂസ് അറിയണേ തന്നെ താമസിക്കും. പിന്നെ അവിടുന്ന് ബേസ് ക്യാമ്പിൽ വന്ന് മഞ്ഞ് വീഴ്ചയാണ്, 1-2 ആഴ്ച കൊണ്ട് അവൻ താഴെ വന്നിട്ട് അവനിതേ കയറാൻ പറ്റത്തുള്ളൂ. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും യേശുകളും സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കും. സ്വയനീതീകരണത്തിന്റെ കൊടുമുടികളിലും സ്വയനീതീകരണത്തിന്റെ മലമുകളിലും സ്വയനീതീകരണത്തിന്റെ അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങളുടെയും ഒക്കെ മുകളിൽ ഇരിക്കുന്നവർ ചില ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് നമ്മുടെ സഭ തുടർച്ചയായിട്ട്, ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ, ഐ എം നോട്ട് ബെറ്റർ ദാൻ എനിവൺ. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. കർത്താവെ കരുണ ചെയ്യണമേ, കർത്താവെ കരുണ ചെയ്യണമേ. ഒരു മനുഷ്യനെയും അകറ്റി നിർത്തുന്നില്ല, ഒരു മനുഷ്യനെയും വെറുക്കുന്നില്ല, ഒരു മനുഷ്യനെയും മാറ്റി നിർത്തുന്നില്ല, ഒരു മനുഷ്യനെയും മാറ്റി നിർത്തുന്നില്ല. embraces everyone, love everyone. Thank you for watching. May God bless you. ഈ നോമ്പ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. അവരാൽ മഹത്വപ്പെടുന്നവനെ വന്ദനവോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവ സത്യപരനേ നിനക്കു സ്തുതി. ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോൽ കൈക്കൊള്ളുവോനേ നിനക്കു സ്തുതി. സ്വർഗദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ, പൂഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്കു സ്തുതി.
പിതൃസുത പരിശുദ്ധാത്മാവാം ഏകദൈവത്തിൻ പക്കൽ നിർമ്മലമായ ബോധത്താൽ സ്തോത്രം നാം ചെയ്തി